ഇന്ത്യക്കാരനായ സൊഹ്റാൻ മാംദാനി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരത്തിൻ്റെ മേയർ സ്ഥാനത്തിന് തൊട്ടരികെ എത്തിയിരിക്കുന്നു. ഒട്ടും അപ്രതീക്ഷിതമല്ല ഈ വിജയം. വിജയിക്കുമെന്നുള്ള ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ന്യൂയോർക്കിലെയും അമേരിക്കയിലെ തന്നെ സമ്പന്ന വർഗവും ഭരണവർഗവും എല്ലാം അദ്ദേഹത്തിനെതിരെ അതിശക്തമായ പ്രചാരണമാണ് അഴിച്ചുവിട്ടത്. ഇഷ്ടംപോലെ പണം വാരിയെറിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖ്യ എതിരാളി മുൻ ഗവർണർ കോമോ ഏതാണ്ട് 70,000-ൽ പരം വോട്ടിന് പിന്നിലാണ്. ഇനിയിപ്പോൾ പിന്നെ ഈ മാംദാനിക്ക് 43%, കോമോയ്ക്ക് 36% ആ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിജയിക്കണമെങ്കിൽ 50% കടക്കണം. അപ്പോൾ അത് വിജയിക്കാനായിട്ട് ഈ റാങ്ക് ചോയ്സാണ് വോട്ടിങ്. അതായത് 5 പേർക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നു. അപ്പം ഈ ഏറ്റവും താഴെ വരുന്ന ആളുകളെ ആദ്യം എലിമിനേറ്റ് ചെയ്യും. അവരുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോയ്സ് വോട്ടുകൾ അടുത്ത സ്ഥാനങ്ങളിലുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ അത് കിട്ടുമ്പോഴത്തേക്ക് ഈ ഇത്രയും 43% കിട്ടിയ മാംദാനി 50% കിടക്കുന്ന കാര്യത്തിൽ ഒരു സന്ദേഹവും വേണ്ട. മിക്കവാറും ഈ മാസം അവസാനത്തോടുകൂടി ആ ഇലക്ഷൻ ഫലം വരികയും ചെയ്യും. അപ്പോൾ ഇപ്പം ഇവിടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മാംദാനിയുടെ വിജയം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആഹ്ലാദം സൃഷ്ടിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ വലിയ ആഹ്ലാദം, അവരുടെ ഗ്രൂപ്പുകളിലെല്ലാം അതിഭയങ്കരമായ ആഹ്ലാദം കാണുന്നു. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും, നാട്ടിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം അങ്ങനെ കാണുന്നു. ഒരു തെറ്റുമില്ല. തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ്. അദ്ദേഹം മാംദാനി അമ്മ ഹിന്ദുവോ സിഖോ ആണെങ്കിലും അദ്ദേഹം മുസ്ലിമായിട്ട് തന്നെയാണ് ഉറപ്പായിട്ട് പറയുന്നത്. ഞാൻ മുസ്ലിമാണെന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചില ചോദ്യങ്ങളുണ്ട്. ഈ ഒരു മുസ്ലിമിനെ മേയറാക്കാൻ മാത്രം ന്യൂയോർക്ക് സിറ്റി വളർന്നു കഴിഞ്ഞോ, മാനസികമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ ആഹ്ലാദിക്കുമ്പോൾ രണ്ട് കൂട്ടർ ഈ മാംദാനിക്കെതിരെ ശക്തമായ രംഗത്തുണ്ട്. ഒന്ന് യഹൂദരാണ്. അതായത് യഹൂദർക്ക് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം യഹൂദരുള്ള സ്ഥലം ന്യൂയോർക്ക് സിറ്റിയാണ്. പക്ഷേ ആ പഴയ അത്രയും ഇല്ല എന്ന് തോന്നുന്നു. പല ആളുകളും ധാരാളം യഹൂദർ മറ്റു സ്ഥലങ്ങളിലേക്കെല്ലാം ന്യൂയോർക്കിലെ വീടുകൾ വിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക്, ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന റോക്ക്ലാൻഡ് കൗണ്ടിയിലേക്കും മറ്റും അവരിങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ന്യൂയോർക്കിലാണ് ഏറ്റവും അധികം യഹൂദരുള്ളത് ഇസ്രായേൽ കഴിഞ്ഞാൽ. അപ്പോൾ അവർ അവരാകപ്പാടെ ആശങ്കയിലാണ്. രണ്ടാമത്തെ കൂട്ടർ BJP RSS അനുകൂലികളാണ്. പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം മാംദാനി ഉറപ്പിച്ചു പറഞ്ഞത് പ്രധാനമന്ത്രി മോഡിയെ ഒരു യുദ്ധക്കുറ്റവാളിയെന്നും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ ആക്ഷേപകരമായിട്ടും ഒക്കെ കൃത്യമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മുൻകാലത്താണ്, ഈയിടയ്ക്കല്ല. അപ്പം ഹിന്ദു ഗ്രൂപ്പുകളിൽ അദ്ദേഹം ഒട്ടും അഭിലഷണീയനല്ല. അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ഹിന്ദു ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ശക്തമായ പ്രചാരണമുണ്ടായിരുന്നു. പക്ഷെ അത് ഫലവത്തായില്ല. ഇനി യഹൂദരെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അദ്ദേഹം ഈ ഇറാനെ ആക്രമിച്ചതിനെ അദ്ദേഹം ആക്ഷേപിച്ചു. അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പല നടപടികളെയും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഗ്ലോബലൈസ് ഇന്തിഫാദ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറയുന്നത്, അതായത് ഇന്തിഫാദ എന്താ, അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ആക്രമണമെന്നോ അല്ലെങ്കിൽ മുന്നേറ്റമെന്നോ ജനമുന്നേറ്റമെന്നോ അല്ലെ ഈ സാംസ്കാരിക മുന്നേറ്റമെന്നോ പല രീതിയിലും വ്യാഖ്യാനിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പലരും പറയുന്നതും അങ്ങനെ തന്നെ. അപ്പോൾ ഇതെല്ലാം മുസ്ലിം സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ആൻറ്റിസെമിറ്റിക് ആണെന്നുള്ളൊരു ചിന്താഗതി. എന്നാൽ കടികട്ടിയായിട്ട് മാംദാനി പറയുന്നുണ്ട്, ഞാൻ ആൻറ്റിസെമിറ്റിക് അല്ല, മുസ്ലിം വിരുദ്ധനല്ല, യഹൂദ വിരുദ്ധനല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് തെളിയിക്കാനായിട്ട് പറ്റുന്നില്ല. അദ്ദേഹം ഈ ചോദ്യം ശക്തമായിട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങ് ശ്വാസം മുട്ടി മറുപടി പറയാനായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ സ്ഥിതി വരെ ഉണ്ടായി. അപ്പോൾ അതെങ്ങനെയാണ് തെളിയിക്കുന്നത്? ഞാൻ ആൻറ്റിസെമിറ്റ് ആണോ ഇല്ലയോ എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? എന്തായാലും അദ്ദേഹത്തോട് ഈ ഡിബേറ്റിൻ്റെ വേളയിൽ നമ്മുടെ എതിരാളി കോമോ ഒരു ചോദ്യം ചോദിച്ചു. ഈ കോമോയോടും മാംദാനിയോടും ഈ മോഡറേറ്റർ ഒരു ചോദ്യം ചോദിച്ചു, ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ഏതാണെന്ന്. കോമോ വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞു, ഇസ്രായേലാണെന്ന്. അപ്പോൾ മാംദാനി പറഞ്ഞു, ഞാൻ എങ്ങോട്ടും പോകില്ല, ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ ഉണ്ടാവും. ഇവിടെയുള്ള യഹൂദരെ കാണുന്നിടത്ത് വെച്ച് അഭിവാദ്യം ചെയ്യും, അവരുടെ സിനഗോഗുകളിൽ പോകും, അവരുമായിട്ട് ബന്ധപ്പെടും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കും. അതുപോലെ തന്നെ ആൻറ്റിസെമിറ്റിസം ശക്തിപ്പെടുന്നുണ്ട്. അതിനെതിരെ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബജറ്റ് ഒരു 800% വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാരണവശാലും ആൻറ്റിസെമിറ്റിസത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സാമാന്യ നിലയിൽ ആൻറ്റിസെമിറ്റിക് എന്ന് പറയുന്നത്
ഇസ്രയേലിന് നിലനിൽക്കാൻ അവകാശമില്ല എന്ന് പറയുന്നവരെയാണ് സാധാരണ നിലയിൽ ആൻറ്റിസെമിറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദ്യം മാംദാനിയോട് ചോദിച്ചു. അപ്പം മാംദാനി പറയുന്നു പിന്നെ ഇസ്രയേലിന് നിലനിൽക്കാൻ അവകാശമുണ്ട്, അവിടുത്തെ മനുഷ്യർക്കും ആ രാഷ്ട്രത്തിനും നിലനിൽക്കാൻ അവകാശമുണ്ട്, പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതിലും മാറ്റങ്ങൾ വേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ആൻറ്റിസെമിറ്റിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മുസ്ലിങ്ങളെല്ലാം ഒരു ആൻറ്റിസെമിറ്റിക്കും ആ രീതിയിലാണല്ലോ അവർ ചിന്തിക്കുന്നത്, പൊതുവായിട്ടുള്ളൊരു ചിന്താഗതി. അപ്പോൾ അത് അദ്ദേഹത്തെയും ബാധിച്ചിരിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ തീവ്ര നിലപാട് വരാനുള്ള സാധ്യതകൾ കുറവാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പഞ്ചാബിയാണ്, സിഖുകാരിയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. അപ്പോൾ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം ഉണ്ടാവില്ല എന്ന് വേണം കരുതാനായിട്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ ഈ യഹൂദ സംഘടനകളും ശക്തമായിട്ട് തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്തുണ്ട്. ഇന്നിപ്പം പ്രസിഡന്റ് ട്രംപ് ശക്തമായി അദ്ദേഹത്തിൻ്റെ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നു. ഈ ലണ്ടൻ മേയർ പാകിസ്ഥാനിൽ നിന്ന് വന്ന സാദിഖ് ഖാൻ, അദ്ദേഹവും മുസ്ലിമാണ്, 10 വർഷത്തോളമായി അവിടെ മേയറായിട്ട്. അദ്ദേഹം മേയറാകുമ്പോഴും ഈ ട്രംപ് അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങളൊക്കെ പറയുകയുണ്ടായി. ഇപ്പം മാംദാനിക്കെതിരെ അതിശക്തമായ ആക്ഷേപങ്ങളുമായിട്ട് ട്രംപ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം 100% കമ്മ്യൂണിസ്റ്റ് പ്രാന്തനാണ്, കമ്മ്യൂണിസ്റ്റ് വട്ടനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100% കമ്മ്യൂണിസ്റ്റ് ലുണാറ്റിക്. അത് ആ തരത്തിലേക്ക് അങ്ങനെയുള്ളവരെ ജയിപ്പിക്കുന്ന തരത്തിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കണ്ടാൽ ലുക്സ് ടെറിബിൾ, കണ്ടാൽ ഭീകരം, കണ്ടാൽ ഒരു രീതിയിലാണെന്നുള്ള രീതിയിൽ ആ രീതിയിൽ പറയുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം AOC+3 ആണ്. അതായത് ഈ ഇടതുപക്ഷം, തീവ്ര ഇടതുപക്ഷത്തിൽ ഇപ്പം AOC ഉണ്ട്, കോൺഗ്രസ്സിൽ AOC ഉണ്ട്, ഇൽഹൻ ഉമർ ഉണ്ട്. അപ്പം ഇങ്ങനെ അടുത്ത ആൾ, മൂന്നാമത്തെ ആൾ എന്നുള്ള രീതിയിലായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മാംദാനിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ടാണ് ഇത് പ്രസിഡന്റ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം പ്രസിഡന്റും ക്യൂൻസിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് ക്യൂൻസിലാണ്. ക്യൂൻസുകാരനാണ് ഈ മാംദാനിയും. അവിടുത്തെ അസംബ്ലി മെമ്പറാണ്, 2 തവണ വിജയിച്ച്, ഇതിപ്പം മൂന്നാം തവണ അസംബ്ലി മെമ്പറായതാണ്. അപ്പം ക്യൂൻസുകാരാണ് രണ്ടുപേരും എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യം. പക്ഷേ മാംദാനി ജനിച്ചത് ഉഗാണ്ടയിലാണെന്ന് മാത്രം. 5 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഒരു ഫാൾ ഔട്ടായിട്ട് പറയുന്നത്, ഇപ്പം ഇടതുപക്ഷം, തീവ്ര ഇടതുപക്ഷത്തിന് ഇത്ര വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞുവെങ്കിൽ, അതായത് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളെക്കാൾ വലിയ ബജറ്റുള്ളൊരു നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. അത്രയും ബജറ്റ് പല വലിയ രാജ്യങ്ങൾക്കും ഇത്രയും ബജറ്റ് ഇല്ല. അപ്പോൾ അത്രയും സമ്പന്നമായ അത്രയും വലിയൊരു നഗരത്തിൻ്റെ അധിപനായിട്ട് ഒരു ഇടതുപക്ഷക്കാരന്, തീവ്ര ഇടതുപക്ഷക്കാരന് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക്, 31 വയസ്സുള്ള ആൾക്ക് കഴിഞ്ഞുവെങ്കിൽ, ഈ അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ AOCക്ക് അലക്സാൻഡ്രിയ ഒക്കേഷ്യ കോർട്ടസ് അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും അവർ അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകും. അവർക്ക് 35 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആളുകളെ ആകർഷിക്കാനും അതുപോലെ തന്നെ ഒന്നിപ്പിക്കാനും പ്രചാരണം ശക്തമായിട്ട് നടത്താനും ഒക്കെ പ്രാപ്തിയുള്ള വനിതയാണ് അവർ. അതുപോലെ തന്നെ ഇതിനകം തന്നെ ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ള നേതാവുമാണ്. അപ്പോൾ ആ രീതിയിൽ AOC അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയാൽ അതിശയിക്കേണ്ടതില്ല. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അവരെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ഇപ്പം ഈ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമിനൊന്നും ഈ AOCയുടെ ഒരു പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനേ കഴിയുന്നില്ല. ഈ മോഡറേറ്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നിന്നുള്ള US സെനറ്ററായിട്ട് അവർ ചിലപ്പോൾ മത്സരിച്ചേക്കുമെന്നാണ് മറ്റൊരു ഊഹം പറയുന്നത്. അതായത് ഈ ഇപ്പോഴത്തെ US സെനറ്റർ ചക്ക് ഷൂമർ ഇപ്പോഴത്തെ മൈനോറിറ്റി ലീഡറാണ്, സെനറ്റിലെ മൈനോറിറ്റി ലീഡറുമാണ്. അദ്ദേഹം ഒരുപക്ഷെ മത്സരിച്ചു എന്ന് തന്നെ വരില്ല ഈ 2028. ഇനി മത്സരിച്ചാൽ തന്നെ പ്രൈമറിയിൽ അദ്ദേഹത്തെ AOC തോൽപ്പിക്കുമെന്നാണ് സർവേകളെല്ലാം പറയുന്നത്. അപ്പം ഇതൊരു ചൂണ്ടുപലകയാണ്. ഈ മാംദാനിയുടെ വിജയം, മാംദാനിയുടെ തെരഞ്ഞെടുപ്പ് ഒരു ചൂണ്ടുപലകയാണ്. രാഷ്ട്രം എങ്ങോട്ട് പോകുന്നു, ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ ഒരു വെല്ലുവിളി കൂടിയാണ് ഇത്. ട്രംപിൻ്റെ നയങ്ങളെ സാധാരണ ജനം ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ ഡെമോക്രാറ്റിക് നിലപാടുകളുള്ള ആളുകൾ അതിനെതിരെ ശക്തമായിട്ട് രംഗത്തുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. പക്ഷേ ഈ നവംബറിൽ മാംദാനി ജയിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടതിരിക്കുന്നത്. നിലവിലുള്ള മേയർ
പിന്നെ എറിക് ആഡംസ് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുണ്ട്. പിന്നെ ഈ ഇലക്ഷനിൽ തോറ്റുവെങ്കിലും ഇവിടെ തോറ്റുവെങ്കിലും പ്രൈമറി തോറ്റുവെങ്കിലും കോമോ വേറൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കോമോയുടെ പേരും ബാലറ്റിലുണ്ടാവും. പക്ഷേ ഇനിയിപ്പോൾ ശക്തമായൊരു മത്സരത്തിന് കോമോ തയ്യാറാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ രംഗത്ത് നിന്ന് കളം വിടാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം പിന്നെ 3 വട്ടം ഗവർണറായ ആളൊക്കെയാണ്. ഇനിയൊരു മത്സരത്തിന് മുതിരുമോ എന്ന് സന്ദേഹവുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ മേയർ എറിക് ആഡംസും പിന്നെ മാംദാനിയും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുന്നത്. അപ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് കരുതുന്ന ഈ കർട്ടിസ് ലീവ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചതാണ്, തോറ്റതാണ്. അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും അടുത്ത പിന്നെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി എന്നാണ് കരുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കർട്ടിസ് ലീവായ്ക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യത കൂടുതൽ പിന്നെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ നവംബർ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.